സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ വേണ്ടിയാണ് ഇന്ന് എക്സിക്യൂട്ടീവും കൗൺസിലും ചേർന്നത്. ചർച്ചകൾക്ക് ശേഷം ഞങ്ങളുടെ പ്രാഥമിക ലിസ്റ്റാണ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത്. അത് 21 മണ്ഡലങ്ങളിലെ ലിസ്റ്റാണ്. ബാക്കിയുള്ള 4 മണ്ഡലങ്ങളിലെ ലിസ്റ്റ് അത്യാവശ്യം ചില കൺസൾട്ടേഷൻസ് ഒക്കെ നടത്തി 2 ദിവസത്തിനകം പ്രസിദ്ധീകരിക്കും. 2006 24 സീറ്റിലാണ് ഞങ്ങൾ മത്സരിച്ചത്. 2011 27 സീറ്റുകളിലാണ് മത്സരിച്ചത്. പുതിയ ഘടകകക്ഷികളൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉണ്ടായപ്പോൾ 2 സീറ്റുകളാണ് അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. ശേഷിക്കുന്ന 25 സീറ്റുകളിലാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥികളുടെ പേര് വിവരം ഞാൻ വായിക്കാം. നെടുമങ്ങാട് അഡ്വക്കേറ്റ് GR അനിൽ, ചിറയൻകീഴ് വി ശശി, പുനലൂർ PS സുബാൽ, കരുനാഗപ്പള്ളി R രാമചന്ദ്രൻ, ചാത്തന്നൂർ GS ജയലാൽ, അടൂർ ചിറ്റയം ഗോപകുമാർ, ചേർത്തല P പ്രസാദ്, വൈക്കം CK ആശ, പീരുമേട് വാഴൂർ സോമൻ, മൂവാറ്റുപുഴ എൽദോ എബ്രഹാം, കൊടുങ്ങല്ലൂർ VR സുനിൽകുമാർ, കയ്പമംഗലം ടൈസൺ മാസ്റ്റർ, കൊല്ലൂർ അഡ്വക്കേറ്റ് K രാജൻ, തൃശൂർ P ബാലചന്ദ്രൻ, പട്ടാമ്പി മുഹമ്മദ് മോസി, മണ്ണാർക്കാട് KP സുരേഷ് രാജ്, ഏറനാട് KT അബ്ദുൾ റഹ്മാൻ, തിരുവിലങ്ങാടി അജിത് കൊളാടി, മഞ്ചേരി P അബ്ദുൾ നാസർ, നാദാപുരം EK വിജയൻ, കാഞ്ഞങ്ങാട് E ചന്ദ്രശേഖരൻ, ചടയമംഗലം, ഹരിപ്പാട്, പറവൂർ, നാട്ടിക മണ്ഡലങ്ങളിലെ ഈ 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിയുടെ അടുത്ത ലിസ്റ്റ് 2 ദിവസത്തിനകം പ്രസിദ്ധീകരിക്കും. തർക്കം അല്ല, തർക്കമൊന്നുമില്ല. അതിലാണ് ക്ഷീരമുള്ളവർ അകടിയും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞതുപോലെ തർക്കം വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. ഇല്ല, അവിടെ കുറച്ച് ഡിസ്കഷൻ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് വനിതാ പ്രാതിനിധ്യത്തിൽ 4 സീറ്റിന് ബാക്കി കിടക്കില്ല. അതിപ്പോൾ ആരാ വരുന്നോന്ന് അറിഞ്ഞിട്ട് തന്നെ അതിന്റെ കണക്ക് കൂട്ടിയാൽ ശതമാനം കണക്ക് കൂട്ടിയാൽ മതി എന്നല്ല. അത് കഴിഞ്ഞിട്ട് ഇത് 25 ആകുമ്പോൾ എത്ര ഉണ്ടെന്ന് കണക്ക് കൂട്ടിയിട്ടില്ലേ ശതമാനം എടുക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഇടം പിടിക്കും. വരട്ടെ, 25 വരട്ടെ, അന്നേരം ഇടം പിടിച്ചെന്ന് വരും ചിലപ്പോൾ. കണ്ണൂർ ജില്ലയിൽ ഒരു സീറ്റിൽ പോലും ഇത്തവണ CPI മത്സരിക്കില്ല. കോട്ടയത്ത് ഒരു സംവരണ സീറ്റ് കൊടുത്തു. അങ്ങയുടെ പത്രമാണ്, അങ്ങയുടെ പല സീറ്റുമൊക്കെ. പക്ഷേ എന്റെ സീറ്റാണ്, പക്ഷെ 30 വർഷമായിട്ട് ഞങ്ങൾ തോക്കുന്ന സീറ്റാണ്. അതൊക്കെ ശരിയാ. ഞാൻ ജയിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ പിന്നെ ആരും ജയിച്ചിട്ടില്ല ലെഫ്റ്റില്.
ഇപ്പൊ അത് കേരള കോൺഗ്രസിന്റെ കൈവശം ഇരിക്കുന്ന സീറ്റാണ്. അല്ല, 2 സീറ്റ് കൊടുക്കുമ്പോ 2 സീറ്റ് കൊടുക്കണമല്ലോ. അതാണ് 27-ൽ നിന്ന് 25 ആയത്. കണക്ക് ശരിയല്ലേ? തെറ്റിപ്പോയ കുഴപ്പമില്ല. ഇല്ല, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. പൊതുസ്വതന്ത്രത്തിൽ തോക്കാൻ പറ്റേ. അല്ല, അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നവരുണ്ട്. പക്ഷെ ഞാനങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ചങ്ങനാശ്ശേരി ഞങ്ങളുടെ സീറ്റായിരുന്നില്ലല്ലോ. ഞങ്ങളുടെ ഏതെങ്കിലും സിറ്റിംഗ് സീറ്റുകൾ ഈ ഏതെങ്കിലും ഒരു കക്ഷി വന്നതിന്റെ ഫലമായി മാറുകയോ കുറയ്ക്കുകയോ LDF ചെയ്തിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും ചെയ്തെങ്കിലേ ഞങ്ങൾ പരാതി പറയണ്ടേ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്കൊരു പരാതി പറയാൻ പറ്റുമോ? അപ്പൊ 140 സീറ്റിൽ ഉണ്ടെങ്കിൽ ജയിക്കുന്ന സീറ്റുകളിൽ മാത്രം മത്സരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അതിന്റെ തെരഞ്ഞെടുപ്പ് മത്സരം എങ്ങനെയുണ്ടാവും? അതുകൊണ്ട് ആ പ്രദേശങ്ങളിലും പാർട്ടിയുണ്ട്, അവിടെയൊക്കെ മത്സരിച്ച് ഓരോ പ്രാവശ്യം മത്സരം കഴിയും തോറും പാർട്ടിയുടെ ലെഫ്റ്റിന്റെ പൊസിഷൻ ഇംപ്രൂവ് ചെയ്യും. അങ്ങനെയാണ് കേരളത്തിൽ ഞങ്ങൾ പല സീറ്റുകളിലും മത്സരിച്ചു ജയിക്കുന്നതും തോക്കുന്നതും ഒക്കെ. അതിപ്പോ ഞങ്ങൾ പരസ്യമായിട്ടൊന്നും നിങ്ങളോടായിട്ടും പറഞ്ഞില്ലല്ലോ അങ്ങനെ ഏതെങ്കിലും സീറ്റ് ചോദിച്ച കാര്യം. അതൊക്കെ മുന്നണിക്കുള്ളിൽ ആഭ്യന്തരമായി നടക്കുന്ന ചർച്ചകളാണ്. അതിനെ സംബന്ധിച്ച് പരസ്യ പ്രസ്താവന നടത്തേണ്ട കാര്യമില്ല. ഞങ്ങൾ തൃപ്തരല്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കുമോ? 27 സീറ്റിൽ മത്സരിച്ചു. പുതിയ 2 ഘടകകക്ഷികൾ വന്നു. 2 സീറ്റേ ഞങ്ങൾക്ക് കുറഞ്ഞുള്ളൂ. ഞങ്ങൾ തൃപ്തരല്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കുമോ? ഇല്ല, അതിനകത്ത് നിങ്ങൾക്ക് അല്പം ഒരു ചരിത്രബോധം ഉണ്ടെങ്കിൽ 2011-ലാണ് ഞങ്ങൾ കണ്ണൂരിൽ മത്സരിക്കാൻ തുടങ്ങി. 2 തവണയായിട്ടുള്ളൂ. അല്ലാതെ അന്ന് കണ്ണൂരിലും വയനാട്ടിലും പത്തനംതിട്ടയിലും ഞങ്ങൾക്ക് സീറ്റില്ലായിരുന്നു. ഓരോ ഘട്ടത്തിലായി അത് വന്നു. പത്തനംതിട്ട ഇപ്പോൾ അടൂരുണ്ട്, ഞങ്ങൾ ജയിച്ച സീറ്റാണ്. കണ്ണൂരിൽ 2011-ലാണ് സീറ്റ് വന്നത്. 2 പ്രാവശ്യം നിന്നു, നന്നായിട്ട് തോറ്റു. ഇപ്പോഴും വയനാട്ടിലില്ല. അതുകൊണ്ടൊന്നും ഒരു കുഴപ്പവും ഞങ്ങളിപ്പോൾ കാണുന്നില്ല. അല്ല, നന്നായി തോറ്റു എന്ന് പറഞ്ഞാല് പട്ടാമ്പി ഞങ്ങൾ ജയിച്ച സീറ്റായിരുന്നു. അത് മനസ്സിലായില്ലേ? നമുക്കൊരു ഈ മാധ്യമ പ്രവർത്തനം നടത്തുമ്പോൾ മിനിമം ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക. അവിടെ ജയിക്കുകയും കെ ഇസ്മായിൽ മന്ത്രിയാവുകയും ചെയ്തതാണ്. ഇടയ്ക്ക് ഞങ്ങളൊന്നും തോറ്റുപോയി, അത് ഞങ്ങൾ തിരിച്ചു പിടിച്ചു. അതുകൊണ്ട് എന്താ അതെന്നാ നിങ്ങളോട് ആര് പറഞ്ഞു? താങ്കളോട് ആര് പറഞ്ഞു? ഞങ്ങൾ ഓരോ ജില്ലയുടെ അടിസ്ഥാനത്തിലല്ല സീറ്റുകൾ വിഭജിക്കുന്നത്. കേരളത്തിലാകെ CPI എത്ര മത്സരിക്കുന്നു? 27 സീറ്റ് മത്സരിക്കും. ഇപ്പൊ 2 സീറ്റ് കുറഞ്ഞു, 25 സീറ്റ് മത്സരിച്ചു. കഴിഞ്ഞ തവണ CPM 92 സീറ്റ് മത്സരിച്ചു, സ്വതന്ത്രന്മാരുൾപ്പെടെ. ഇപ്പൊ 85 സീറ്റേ മത്സരിക്കുന്നുണ്ട്. പുതിയ അവരുടെ സിറ്റിംഗ് സീറ്റ് തന്നെ അവർ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റ് ഒന്നും വിട്ടുകൊടുത്തിട്ടില്ല. ഞങ്ങള് അങ്ങനെ ഒരു പ്രശ്നവും ഞങ്ങളെ ബാധിച്ചിട്ടില്ല. അതല്ല അവരോട് ചോദിക്കണം. ഞങ്ങൾ മറ്റൊരു കക്ഷിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനല്ല ഞങ്ങൾ സംസ്ഥാന കൗൺസിൽ കൂടിയത്. മറ്റൊരു കക്ഷിയുടെ കാര്യങ്ങളെ സംബന്ധിച്ച് പറയാനല്ല ഞങ്ങൾ ഈ കമ്മിറ്റി കൂടിയത്. ഞങ്ങളുടെ കാര്യം ആലോചിക്കാൻ വേണ്ടി. ഞങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ ഞങ്ങൾ തുറന്നു പറയും, ഇല്ലാത്തത് പറയാനും പറ്റിയില്ല. ശക്തിയുള്ള പറയുന്നത് 13 സീറ്റ് നേടിയിട്ടുണ്ടാവും.
അതെ, അതൊക്കെ നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നോക്കാം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. സീറ്റ് മത്സരിക്കുന്നു എന്നതുകൊണ്ട് ശക്തിയാകുന്നില്ല. അത് മത്സരിച്ച് ജയിച്ചു വരുമ്പോൾ മാത്രമേ ശക്തിയാണോ അവർ പ്രധാനമാണോ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഉദാഹരണം, ജില്ലാ പഞ്ചായത്തിൽ കോട്ടയത്ത് 9 സീറ്റ് അവർ മത്സരിച്ചു. അവരാണ് ഒന്നാമത് മത്സരിച്ചു. 4 സീറ്റ് അവർ തോറ്റില്ല, 5 സീറ്റിലേ ജയിച്ചോളൂ. അപ്പൊ സീറ്റ് കൂടുതൽ കിട്ടിയാലും തോക്കാം എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടെന്താ കുഴപ്പം? ഞങ്ങളുടെ ലിസ്റ്റ് കംപ്ലീറ്റ് ആയില്ലല്ലോ. വയസ്സ് നോക്കിയാണ് സ്ഥാനാർത്ഥികൾ നിൽക്കുന്നത്. പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ അതാണോ അതിൻ്റെ അർത്ഥം? പ്രായം നോക്കിയല്ലേ? എല്ലാ പൊതുജന സംഘടനകളുടെയും പ്രാതിനിധ്യം ഉണ്ടാകും. അത് LDF കൺവീനർ പത്രസമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കാം. ഇല്ല, അത് LDF കൺവീനർ പത്രസമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കാം LDFന്റെ നിലപാട്. ഞാൻ പറയുന്നത് CPIയുടെ നിലപാട്. ആർക്ക് സ്നേഹം? ആർക്ക് സ്നേഹം? ആരോട് സ്നേഹം? അല്ല, സ്നേഹക്കുറവിനൊന്നും പ്രശ്നമില്ല. ഞങ്ങൾ ഞങ്ങളുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റ് വിഭജനം പരസ്പര ഉഭയകക്ഷി പ്രകാരമാണെങ്കിലും പരസ്പരം ചർച്ച ചെയ്താണ് അത് അംഗീകരിക്കുന്നത്. അത് അംഗീകരിക്കുന്ന ഒരു കാര്യത്തിനെതിരായിട്ട് പിന്നെ നിങ്ങൾ ഏത് ചോദ്യം ചോദിച്ചാലും ഞാൻ ഒരു മറുപടി പറയുകയില്ല. എനിക്ക് കുറച്ച് കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പരിചയമുണ്ട്. ദയവ് ചെയ്ത് അങ്ങനെ ഒരു മറുപടി എൻ്റെ ഇന്ന് പ്രതീക്ഷിക്കണ്ട. അത് നല്ല കാര്യമല്ലേ? നല്ല കാര്യമല്ലേ? ഞങ്ങൾക്ക് ഇപ്പോൾ 11 കക്ഷികൾ ചേർന്ന് പോകുമ്പോൾ അല്ലെ മറ്റേത് CPIയും കൂടാണ് ഈ നടത്തുന്നതെന്ന് പറയലായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ 11 കക്ഷികൾ ഞങ്ങളുടെ കൂടെ ഇല്ലേ? ജനാധിപത്യ കക്ഷികൾക്ക് മുൻതൂക്കമുള്ള ഒരു മുന്നണിയല്ലേ ഇത്? അത് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. ഏത് കക്ഷിയും ഏത് പാർട്ടിയും ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തൊടാൻ പാടില്ലാത്തതാണ് എന്ന് പറയാൻ ഇപ്പോൾ ആർക്കെങ്കിലും പറ്റുമോ? ആർക്കെങ്കിലും പറ്റുമോ? അത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. നമുക്കിപ്പോൾ എന്തിനാണ്? എനിക്ക് ജ്യോത്സ്യത്തിൽ ഒരു വശവും ഇല്ല. ജ്യോത്സ്യം എന്ന് പറയുന്ന സാധനം എനിക്കറിയത്തില്ല. അതുകൊണ്ട് സ്ഥാനാർത്ഥി വരട്ടെ, ഇലക്ഷൻ കഴിയട്ടെ, അപ്പോൾ നമുക്ക് പറയാം. എന്നല്ലാതെ തോക്കുന്ന സീറ്റ് മത്സരിക്കാൻ ആള് വേണ്ടേ? അല്ലെങ്കിൽ പിന്നെ എങ്ങനെ തിരഞ്ഞെടുപ്പ് നടക്കും? ഞങ്ങൾ പ്രതിഫലം നോക്കി പ്രവർത്തനം നടത്തുന്നവരല്ല. ഇതിനകത്ത് ലാഭചേതം എന്തുണ്ട് എന്ന് നോക്കിയില്ല. ഞങ്ങൾക്കൊരു രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയ ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും. അത് ഏതെങ്കിലും അപ്പകഷ്ണങ്ങൾ കൂടുതൽ തന്നാൽ സ്നേഹം കൂടുകയും അത് കുറയുകയും ചെയ്യുന്ന ഒരു ജീവിയല്ല രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത്. അതൊക്കെ താങ്കളുടെ രാഷ്ട്രീയ നിരീക്ഷണം താങ്കൾക്ക് നടത്താം. ഇതിനെക്കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയാൻ ഉദ്ദേശിക്കുന്നില്ല.
എൻ്റെ കയ്യിൽ നിന്ന് അതിനുള്ള മറുപടിയും കിട്ടുകയില്ല. സംസ്ഥാനത്ത് ഒരു ബ്രേക്കിംഗ് ന്യൂസിനുള്ള സൗകര്യം ഞാനായിട്ട് ഉണ്ടാക്കുകയില്ല. എൻ്റെ ആരോഗ്യം അനുവദിക്കുന്ന പോലെയൊക്കെ പോകും, അത്രയൊക്കെ പോകും. ഏതാ അത് പിന്നെ അതൊക്കെ ഇറങ്ങിക്കോട്ടെ, അതെന്ത് കാര്യം? പിന്നെ കാനപ്പള്ളിയിലെ സ്ഥാനാർത്ഥി എൻ്റെ MLA അല്ലേ, ഞാൻ വോട്ട് ചെയ്യാൻ അവിടെയാണ് പോകുന്നത്. ജയരാജ് എൻ്റെ സുഹൃത്താണ്, ഞാൻ അദ്ദേഹമായിട്ട് മത്സരിച്ച് തോറ്റിട്ടുണ്ടെങ്കിലും നല്ല ബന്ധമുള്ള ആളാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്താണ് കുഴപ്പം? ഇല്ല, ഞങ്ങൾ 10-ാം തീയതി പട്ടിക ഇറക്കണം എന്നാണ് ഒരു ധാരണയിൽ പോകുന്നത്. ഞങ്ങളുടെ ഇപ്പോൾ ഈ 4 ചിലപ്പോൾ 1-2 ദിവസം കൂടി എടുത്തേക്കും. മുഖ്യമന്ത്രിയുടെ പങ്ക് ആരോപിച്ച് കസ്റ്റംസിന്റെ സത്യവാങ്മൂലമുണ്ടായിരുന്നു. വാർത്തകൾ ഈ സ്വപ്നയെ നിർബന്ധിച്ച് മുഴുവിച്ചു പോലീസുകാരുടെ കുറിപ്പാതിക്കുള്ളതാണ്. എങ്ങനെയാണ് CPI ഇല്ല, ഈ കേന്ദ്ര ഏജൻസികൾ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് മാസങ്ങൾക്ക് മുമ്പ് ആദ്യം പറഞ്ഞ ഒരാളാണ് ഞാൻ. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേസിൽ എന്ത് പ്രസക്തിയാണ് ഇപ്പോൾ ഇത്തരം ഒരു അഫിഡവിറ്റ് കൊടുക്കാൻ? അത് തെരഞ്ഞെടുപ്പിന് മുമ്പാണ് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു പ്രചാരം വരട്ടെ എന്ന ഉദ്ദേശത്തിനാണ് ആ അഫിഡവിറ്റ് കൊടുത്തത്. അല്ലെങ്കിൽ ജയിലുകാരുമായിട്ടുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത്. അങ്ങനെ കൊടുത്ത അഫിഡവിറ്റ് 164 സ്റ്റേറ്റ്മെന്റിന്റെ ഡീറ്റെയിൽസ് ആണ്. അതൊക്കെ എന്തിനാണ് ഇപ്പോൾ കൊടുക്കുന്നത്? സ്വർണ്ണ കടത്തോടെ പോയി ആ കേസ് പോയോ? ഇപ്പൊ അതിന്റെ ചുറ്റുവട്ടമുള്ള ചില കേസുകൾ മാത്രമേ സജീവമായിട്ടുള്ളൂ. കോൺസുലേറ്റ് ജനറലിനെ എവിടെയാണ് ചോദ്യം ചെയ്തത്? അതിനെക്കുറിച്ച് എന്താണ് അന്വേഷണം നടത്തിയത്? ഇതൊക്കെ ഇന്ത്യ ഗവൺമെന്റിന്റെ ചുമതലയിലുള്ള കാര്യമല്ലേ? കേരളത്തിലെ ഗവൺമെന്റിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കസ്റ്റംസ് ആരുടെ നിയന്ത്രണത്തിലാണ്? ഇതെല്ലാം ചെയ്യുന്നത്, കേന്ദ്ര ഏജൻസികൾ ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു പ്രവർത്തനം എന്ന നിലയിലാണ്. അതുമായി ജനങ്ങളിലേക്ക് പോകാനും ജനങ്ങളെ അണിനിരത്താനും ഞങ്ങൾ ശ്രമിക്കും. ഞങ്ങൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് വളരെ സജീവമായിട്ട് ഈ പ്രശ്നമാണ് കേരളം ചർച്ച ചെയ്തത്. ആ ചർച്ചയിൽ കേരളത്തിലെ ഇവർ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചില്ല. അതുകൊണ്ട് BJPയും കോൺഗ്രസും കേന്ദ്ര ഏജൻസികളുടെ വെളിപ്പെടുത്തലുകൾ കൊണ്ട് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്കും കൊള്ളാം. പക്ഷേ അതിനെ ജനങ്ങൾക്കിടയിൽ നേരിടാൻ കെൽപ്പുള്ള കരുത്തുള്ള മുന്നണിയാണ് LDF. അതെ, അതെന്താ കുഴപ്പം? കേന്ദ്ര ഏജൻസികൾ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ചുള്ള സ്ഥാപനങ്ങളല്ലേ? കേന്ദ്ര ഏജൻസികൾക്ക് കേരളത്തിൽ വരാനുള്ള സ്വാതന്ത്ര്യമില്ലേ? കേന്ദ്ര ഏജൻസികളുടെ നിയന്ത്രണത്തിലാണ് കസ്റ്റംസ്, കേന്ദ്ര ഗവൺമെന്റ് നിയന്ത്രണത്തിലാണ് കസ്റ്റംസ്. കസ്റ്റംസിലുണ്ടായ, എയർപോർട്ടിലുണ്ടായ ഒരു കേസിനെ കുറിച്ച് മറ്റേജൻസികളും വരണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഗവൺമെന്റിനെതിരായിട്ട് പാരപണിയണം എന്നാണോ? അല്ലല്ലോ. ആ കേസ് എവിടെ അന്വേഷിച്ചു? മാസം എത്രയായി? മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ചോദിച്ചു എവിടെയായി ഈ കേസ്, ഇപ്പൊ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഓരോരുത്തർ ജാമ്യം കിട്ടി പുറത്തു പോവുകയാണ്. ഇല്ല, അത് ഒരു ഭരണഘടനാപരമായ ബാധ്യത ഗവൺമെന്റ് നിർവഹിച്ചു എന്നുള്ളതേ. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഈ കേസ് ഗൗരവമുള്ളൊരു കേസാണ്, അത് അന്വേഷിക്കണം, കേന്ദ്ര ഏജൻസികൾ അതിന് തയ്യാറാകണം എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന് അന്വേഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവർക്കല്ലേ പറ്റുള്ളൂ. അങ്ങനെയാണല്ലോ വന്നിട്ട് എന്തായി? അവരെവിടെ ഇപ്പോ? അവരിത്തരം ചില കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ കൊടുത്തതാണത്.
ഞാനങ്ങനെ പറഞ്ഞില്ല. എന്നോട് ചോദിച്ച മാധ്യമപ്രവർത്തകൻ ഗുരുതരമായ ആരോപണമുണ്ട് എന്ന് പറഞ്ഞു. ഏതാണ് മാതൃഭൂമിയിലെ ഗുരുതരമായ ആരോപണമെന്ന് പറഞ്ഞു. ഗുരുതരമായ ആരോപണമാണെങ്കിൽ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം ആരോപണം ഗുരുതരമാണ്, അന്വേഷിക്കണം, അതൊക്കെ നിങ്ങളുടെ ജോലിയാണ്. ആര് ചോദിച്ചാലും താങ്കളെയാണ് എനിക്ക് ഷമ്മിയാണ് എനിക്ക് പരിചയമുള്ള ആൾ അപ്പം മുന്നേ ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോ ഇന്ന് രാവിലെ തുടങ്ങി ഒരു 2 മണിക്കൂർ കൊണ്ട് എക്സിക്യൂട്ടീവും കൗൺസിലും പ്രതിയായ ആളുകൾ വീണ്ടും പോയി. അതെല്ലാം കൈകാര്യം ചെയ്യാൻ കരുത്തുള്ള പാർട്ടിയാണ് CPM. ഇതിനു മുമ്പ് ഉണ്ടായതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അതൊക്കെ കൈകാര്യം ചെയ്യാൻ ആർജവമുള്ള പാർട്ടിയാണ് CPIM. കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ അവർ തെളിയിച്ചിട്ടുണ്ട്. രണ്ടൂടെ കൊടുക്കട്ടെ, അല്ല രണ്ടൂടെ കൊടുക്കട്ടെ എന്ന് ഞങ്ങളെന്തിനാ എതിർക്കുന്നത്? 2 സീറ്റൂടെ കൊടുക്കട്ടെ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അത് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നാണല്ലോ ഞങ്ങളിത് ചെയ്യുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 ടേം മാത്രം മത്സരിച്ചാൽ മതി എന്ന തീരുമാനം കർശനമായി 2015 ഞങ്ങൾ നടപ്പിലാക്കി. എന്നാൽ 2016 വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് അതിനകത്തൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു എക്സംഷൻ കൊടുക്കാൻ. ഇപ്രാവശ്യം ഞങ്ങൾ എക്സംഷൻ പോലും വേണ്ട, 3 ടേം എന്നത് തീരുമാനിച്ച് നടപ്പിലാക്കി. ഇന്നത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്കറിയാം, അവിടെയൊക്കെ വേറെ പുതിയ ആളുകൾ വന്നു. അത് നടന്നോട്ടെ. ഞാൻ അങ്ങനെയൊന്നും ഒരു പരാമർശനവും ഒരു ഇന്റർവ്യൂവിലും ഞാൻ പറഞ്ഞെടുക്കാം. തുടർഭരണം മങ്ങലേറ്റു എന്ന് പറഞ്ഞാൽ മങ്ങലേറ്റ ഒരു സാധനം പിന്നെ തേച്ച് മിനുക്കാൻ പാടില്ലെന്നുണ്ടല്ലോ. ബ്രാസോ ഇട്ടാൽ മതി, നല്ലപോലെ തന്നെ. അല്ല, അതുകൊണ്ട് മങ്ങലേറ്റു എന്ന് പറഞ്ഞാൽ എന്തൊരു അപകടമായി പോയി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുമില്ല. തേച്ച് മിനുക്കാണല്ലോ നമ്മളെല്ലാം ചെയ്യുന്നത്, അല്ലേ? നിങ്ങൾ ഇതിനെ വീണ്ടും കരിയുണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു, ഞങ്ങൾ തേച്ചു മിനുക്കുന്നു. ഇതാണല്ലോ ചെയ്യുന്നത്. മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അതാണല്ലോ. അതൊക്കെ അതിനിപ്പോഴും പ്രസക്തിയുണ്ട്. വേണ്ടാത്ത പണി കാണിച്ചാൽ അതില്ലാതാവും. അതിനിപ്പോൾ നഷ്ടപ്പെടുന്ന കാര്യം ഒരു സാഹചര്യത്തിൽ മാത്രം ഉപയോഗിക്കാവുന്ന ഒരു കാര്യമില്ല. നമ്മൾ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം. അത് വെന്റിലേറ്ററിലേക്ക് പോകുന്ന ഒറ്റയാളിനും ഇതുപോലെ ആരോഗ്യത്തിന് ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ലേ? ഞാൻ 10 ദിവസം വെന്റിലേറ്ററിൽ കിടന്ന ആളാണല്ലോ. ഞാനിപ്പോ ഈ പണി നടക്കുന്നില്ലേ? ഇല്ല, ഞങ്ങൾക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല. ഞങ്ങൾക്കൊരു കുഴപ്പമുണ്ടായി എന്ന് വരുത്താൻ ശ്രമിക്കണ്ട. കോട്ടയത്തൊന്നും ഒരു വിമർശനവുമില്ല. കോട്ടയത്ത് അങ്ങനെ ഒരു വിമർശനവുമില്ല. ഇപ്പോൾ അവിടെ സ്റ്റേറ്റ് കൗൺസിൽ ആരോ പറഞ്ഞു എന്ന് പറഞ്ഞ് മനോരമയാണെന്ന് തോന്നുന്നു ഒരു വാർത്ത കൊടുത്തെന്ന് തന്നെ ആരോ വിളിച്ചു പറഞ്ഞു. അതൊക്കെ ചുമ്മാ ആരെങ്കിലും പറയുന്നത് കേട്ട് കൊടുക്കരുത്. അതൊന്നും അവിടെ നടന്ന കാര്യമല്ല. കോട്ടയത്ത് സംസാരിച്ച് പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം ഞങ്ങളൊക്കെ കേട്ടോണ്ടിരുന്നതാണ്. അതുണ്ടാവും, സ്വാഭാവികമില്ല. ഒരു തവണ മന്ത്രിയായി മാറി നിൽക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞില്ലോ. അല്ല, അങ്ങനെയൊന്നും ഞങ്ങൾ പറഞ്ഞില്ല. ഞങ്ങൾ പറയുന്ന കാര്യം, ഞങ്ങളുടെ വായിൽ പുതിയ കാര്യങ്ങൾ നിങ്ങൾ ഇൻസർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. അല്ല, അതുകൊണ്ട് എന്താ കുഴപ്പം? അവർക്ക് മത്സരിക്കാൻ അവർ യോഗ്യരാണ് എന്നതുകൊണ്ടാണ് അവർ മത്സരിക്കുന്നത്. അത് അന്നേരം പറയാം. ഞങ്ങൾക്ക്
27 സീറ്റേ ഉള്ളൂ. അതിനകത്ത് ഇവർക്കൊക്കെ സ്ഥാനം ഉണ്ടാവും. അത് ഫുള്ളായി കഴിയുമ്പോൾ 25 സീറ്റേ ഉള്ളൂ. അതിനകത്ത് ഇവർക്ക് എല്ലാ സ്ഥാനവും ഉണ്ടാവും. ഇപ്പൊ ഞങ്ങളുടെ ആദ്യത്തെ പട്ടികയാണ് മതി. അതിനകത്ത് ഇത് വന്നാൽ പോരെ. പിന്നെ 25 സീറ്റ് മത്സരിക്കുന്ന ഒരു പാർട്ടിക്ക് ഞങ്ങൾക്ക് എല്ലാ ബഹുജന സംഘടനകളെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരികയില്ല. എന്നാലും ഇതില് 1/3 ആളുകൾ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരാണ്. അത് കേരളത്തിൽ വളരെ കുറച്ച് പാർട്ടികളിലേ ഉള്ളൂ. അത് ഇടതുപക്ഷ പാർട്ടികൾക്ക് മാത്രമേ അത് കഴിയുള്ളൂ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 5 തവണ മത്സരിച്ചവർക്ക് വേണ്ടെന്നും 2 തവണ തോറ്റവർ വേണ്ട എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആയില്ല, അതൊക്കെ ആവും. കുറച്ച് കഴിയുമ്പോൾ തരും. അതൊന്നും രഹസ്യമാക്കി വെക്കില്ല, അത് തരും. ഞങ്ങളുടെ സൈറ്റിലുണ്ടാവും. ഇപ്പം തരാനില്ല, കാരണം ഇത് എടുക്കണം. എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നാളെ ചിലപ്പോൾ പ്രകടന പത്രികയെ സംബന്ധിച്ചുള്ള കാരണം ഒന്നും പറഞ്ഞില്ല ഔദ്യോഗികമായി. നാളെയെങ്കിലും പ്രസിദ്ധീകരിക്കണം. 12-ാം തീയതി നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥി ലിസ്റ്റും പ്രസിദ്ധീകരിക്കണം എന്നതാണ് ഞങ്ങളുടെ ഉണ്ടാക്കുന്നത്. അതൊക്കെ ഞങ്ങൾ എങ്ങനെയെങ്കിലും തീർത്തോളാം. ഞങ്ങളിതെല്ലാം 1 മണിക്കൂർ കൊണ്ട് തീർക്കാമെങ്കിൽ ഇനി 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ തീർക്കും. പക്ഷെ ഞങ്ങൾക്കതിന് ചില കൺസൾട്ടേഷന്റെ ഏതാ മുന്നണിയിലോ അത്രേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അത്രേ ഉള്ളൂ. അതിന്റെ കാര്യമേ ഉള്ളൂ. അങ്ങനെയൊക്കെ എവിടെയെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം 27 സീറ്റിൽ മത്സരിച്ച് 19 സീറ്റിൽ ജയിച്ച പാർട്ടിയാണ് CPI. കേരളത്തിലെ എല്ലാ പാർട്ടികളുടെയും റെക്കോർഡ് നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വിജയ ശതമാനമുള്ള പാർട്ടിയാണ് CPI. ഈ പ്രാവശ്യവും അങ്ങനെ തന്നെയായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജയിക്കട്ടെ, അത് നല്ല കാര്യമില്ലേ? അത് മോശമെന്ന് പറയാൻ പറ്റുമോ? അതൊക്കെ അന്നേരം ചോദിക്കുമ്പോൾ ഇപ്പോൾ അത് വളരെ ഏർലിയാണ് അതിന് ആൻസർ ചെയ്യുക എന്നത്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ഇതുപോലൊക്കെയുള്ള ക്രൈസിസ് ഒക്കെ വരട്ടെ അന്നേരം. ഇപ്പം LDF യോജിച്ചു നിന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. അല്ല, എനിക്ക് ഉറപ്പില്ലാത്തതല്ല, നിങ്ങൾക്ക് ഉറപ്പില്ലാത്തതുകൊണ്ടല്ലേ നിങ്ങളെ ചോദ്യം ചോദിക്കുന്നത്. എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കാർക്കും ഉറപ്പില്ലാത്തതുകൊണ്ടല്ലേ നിങ്ങളെ ചോദ്യം ചോദിക്കുന്നത്. എന്നിട്ട് എനിക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞ് അതിന് ട്വിസ്റ്റ് ചെയ്യാണ്. അതെ. അല്ലല്ല, അത് ഏതെങ്കിലും ഒരു പാർട്ടി മാറുകയില്ല എന്ന് ഞാനിങ്ങനെ ഉറപ്പ്. CPIയുടെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. 12 സിറ്റിംഗ് MLA-മാരെ വീണ്ടും മത്സരിപ്പിക്കാനാണ് തീരുമാനം. നെടുമങ്ങാട് GR അനിലും പുനലൂരിൽ PS സുപാലും മത്സരിക്കും. സ്ഥാനാർത്ഥി നിർണയത്തിൽ വനിതാ അംഗങ്ങളുടെ വിമർശനമുണ്ടായി. എന്നാൽ വരാനിരിക്കുന്ന പട്ടികയിൽ വനിതാ അംഗങ്ങൾക്കും പ്രാതിനിധ്യം ഉണ്ടാകുമെന്നാണ് കാനം രാജേന്ദ്രൻ പറയുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി തനേഷ് തമ്പി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. തനേഷ്, ഇപ്പോൾ സ്വതവേയുള്ള നർമ്മബോധമൊക്കെ ഉപയോഗിച്ചിട്ടാണ് കാനം രാജേന്ദ്രൻ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ മറുപടികളൊക്കെ പറഞ്ഞത്. കേരള കോൺഗ്രസ് എമ്മിന് ഒരു ഒളിയമ്പ്, സീറ്റുകളുടെ എണ്ണത്തിലല്ല കാര്യം, ജയിക്കുന്നതിലാണ് കാര്യം. അതുപോലെ തന്നെ 25 സീറ്റുകൾ മാത്രമുള്ള ഒരു പാർട്ടിക്ക് വനിതകൾക്കും യുവാക്കൾക്കും ഒക്കെ പ്രാതിനിധ്യം കൊടുക്കാനുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. എന്തൊക്കെയായിരുന്നു മറ്റു കാര്യങ്ങൾ? ക്രിസ്റ്റീന, 25 സീറ്റുകളിൽ 21 സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ CPI ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ വനിതാ യുവജന പ്രാതിനിധ്യം ഇല്ലല്ലോ എന്നുള്ള ഒരു വിമർശനമാണ് ഉയർന്നു വന്നത്. ആ ചോദ്യം ഇപ്പോൾ രാജേന്ദ്രനോട് ചോദിച്ചിരുന്നു. അപ്പോൾ 4 സീറ്റുകൾ ഇനിയും ബാക്കിയുണ്ട്. അവിടെ ഈ യുവജന വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ചടയമംഗലം, ഹരിപ്പാട്, പറവൂർ, നാട്ടിക മണ്ഡലങ്ങളിലെ സീറ്റുകളാണ് ഒഴിച്ചിട്ടിരിക്കുന്നത്. അവിടെ 2 ദിവസത്തിനകം തന്നെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന
സ്ഥാനാർത്ഥി പട്ടികയിൽ 12 പേർ നിലവിലെ MLA-മാരാണ്. നെടുമങ്ങാട് GRNൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം, അവിടെ മത്സരിക്കും. ചിറയൻകീഴ് ഡെപ്യൂട്ടി സ്പീക്കറായ V ശശി മത്സരിക്കും. ചാത്തന്നൂരിൽ GS ജയലാൽ തന്നെ വീണ്ടും ജനവിധി തേടും. പുനലൂരിൽ PS സുബാൽ, അദ്ദേഹം മുൻ MLA ആണ്. കരുനാഗപ്പള്ളിയിൽ നിലവിലെ MLA R രാമചന്ദ്രൻ മത്സരിക്കും. ചേർത്തലയിൽ P പ്രസാദ് മത്സരിക്കും. വൈക്കത്ത് നിലവിലെ MLA CK ആശ തന്നെ വീണ്ടും ജനവിധി തേടും. മൂവാറ്റുപുഴയിലും നിലവിലെ MLA എൽദോ എബ്രഹാമാണ് മത്സരിക്കുന്നത്. പീരുമേട് വാഴൂർ സോമനാണ് മത്സരിക്കുക. തൃശൂരിൽ P ബാലചന്ദ്രൻ, ഒല്ലൂരിൽ K രാജേന്ദ്രനെ വീണ്ടും ജനവിധി തേടും. കയ്പമംഗലത്തും കൊടുങ്ങല്ലൂരും നിലവിലെ MLA-മാരായ ET ടൈസണും VR സുനിൽകുമാറും മത്സരിക്കും. പട്ടാമ്പിയിൽ മുഹമ്മദ് മുഹസിൻ തന്നെ വീണ്ടും ജനവിധി തേടും. മണ്ണാർക്കാട് പാലക്കാട് ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജാണ് മത്സരിക്കുക. മഞ്ചേരിയിൽ P അബ്ദുൾ നാസർ, തിരൂരങ്ങാടി അജിത് കൊളാടി, ഏറനാട് KT അബ്ദുറഹ്മാൻ, നാദാപുരത്ത് EK വിജയൻ, കാഞ്ഞങ്ങാട് E ചന്ദ്രശേഖരൻ, അടൂർ ചിറ്റയം ഗോപകുമാർ എന്നിവരാണ് മറ്റ് സ്ഥാനാർത്ഥികൾ. കാഞ്ഞങ്ങാട് E ചന്ദ്രശേഖരനാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇപ്പോൾ നിലവിൽ മന്ത്രിമാരായിരിക്കുന്നവരിൽ ഏക ആള്. കേരള കോൺഗ്രസ് എമ്മുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്കാണ് കാനം രാജേന്ദ്രൻ ചില മറുപടികൾ പറഞ്ഞത്. ശക്തി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ശക്തി മനസ്സിലാക്കുക ജയിച്ചു വരുമ്പോഴാണ്, അല്ലാതെ എത്ര സീറ്റിൽ മത്സരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് മാത്രമല്ല, ഈ ആരൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒപ്പം ഉണ്ടാകും എന്നുള്ളതൊക്കെ ഇപ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതിനോടൊപ്പം തന്നെ 1/3 ഈ മത്സരിക്കുന്നവരിൽ 1/3 പേരും ആദ്യമായി മത്സരിക്കുന്നവരാണ്. അത് വളരെ അപൂർവമായി മാത്രമാണ് ഒരു പാർട്ടിയിൽ സംഭവിക്കുക എന്നും അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലും അദ്ദേഹം പ്രതികരിച്ചു. കേന്ദ്ര ഏജൻസികൾ ചെയ്യാൻ പോകുന്നത് മാസങ്ങൾക്ക് മുൻപ് തന്നെ താൻ പറഞ്ഞിരുന്നതാണ്. കസ്റ്റംസിന്റെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള സത്യവാങ്മൂലത്തിന് ഇപ്പോൾ എന്ത് പ്രസക്തിയാണുള്ളത്? തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു തന്ത്രം മാത്രമാണിത് എന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, സ്വർണ്ണക്കടത്ത് കേസ് ഇപ്പോൾ എങ്ങോട്ട് പോയി എന്ന ചോദ്യവും അദ്ദേഹം ചോദിച്ചു. ഏതായാലും 21 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി സീറ്റ് വിഭജനത്തിൽ CPIM അപ്രമാദിത്വം കാണിച്ചെന്ന് പരാതികൾ ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ പാർട്ടിയിൽ അസ്വസ്ഥത ഉണ്ടായിരുന്നു എന്നും വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അക്കാര്യത്തിൽ എന്ത് മറുപടിയാണ് കാനം പറഞ്ഞത്? അക്കാര്യങ്ങളൊന്നും കൃഷ്ണ പരസ്യമായി സമ്മതിക്കാൻ കാനം രാജേന്ദ്രൻ തയ്യാറായില്ല. ഇന്ന് നടന്ന സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിലടക്കം ആ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. പക്ഷെ അതൊന്നും പാർട്ടിക്കകത്ത് നടന്ന അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. എന്ന് മാത്രമല്ല, തങ്ങൾ വളരെ സന്തുഷ്ടരാണ് സീറ്റ് വിഭജനത്തിൽ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, ഈ കേരള കോൺഗ്രസ് എമ്മുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിൽ തങ്ങൾ തൃപ്തരല്ലെങ്കിൽ ഈ സീറ്റ് വിഭജനം സമ്മതിക്കുമായിരുന്നോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. മാത്രമല്ല, കാഞ്ഞിരപ്പള്ളി 30 വർഷമായി തോൽക്കുന്ന സീറ്റാണ്. അത് വിട്ടുകൊടുത്തത് കൊണ്ട് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. സിറ്റിംഗ് സീറ്റുകൾ ഒന്നും CPIക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നിട്ടില്ല എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആ നിലയിൽ CPI സംതൃപ്തരാണ് എന്നുള്ള ഒരു നിലപാടാണ് കാനം രാജേന്ദ്രൻ പരസ്യമായി പറഞ്ഞിരിക്കുന്നത്. ശരി, CPIയിലെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തനേഷ് തമ്പി തിരുവനന്തപുരത്ത് നിന്ന്. Number 1 Election Channel 24.